ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴം ബീഫ് ബർഗറാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഞാൻ പഴം നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടിൽ തന്നെ ഉടച്ചെടുത്താൽ പഴം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ചൂടുള്ളപ്പോൾ തന്നെ ഉടച്ചെടുക്കുകയാണ്. കട്ടയൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കൽ, എന്നാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അങ്ങനെ ഇനി അതിലേക്ക് ഒരു കപ്പോ 3/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കപ്പ് ഞാൻ ചേർത്തിട്ടുള്ളത്. 4 പഴം ഉണ്ടായിരുന്നു. നിങ്ങളെ പഴത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നനവിനനുസരിച്ച് ഒന്ന് മുറുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടി ചേർത്തിട്ടുള്ളത്. അങ്ങനെ അത് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. എനിക്കത് ഒരു 3/4 കപ്പോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഴം കൂട്ടി നന്നായി കുഴച്ചെടുക്കുക. ഇനി അതിലേക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കതൊരു ഉരുളൊക്കെ ആക്കിയെടുക്കാൻ പറ്റിയ പാകത്തിന് ആക്കിയെടുക്കുക കേട്ടോ. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പാകത്തിന് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബർഗറല്ല, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മുഴുവനും അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. മൊത്തത്തിൽ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എണ്ണയിലേക്കിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് 2 വശവും മൂപ്പിച്ചെടുക്കുക. ഞാൻ പിന്നെ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ തെറിക്കും വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ 2 ഫോർക്ക് എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ മറിച്ചിടുക. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഞാനത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടിയതായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കൊന്നും ചേർക്കണ്ടല്ലോ, അതന്നെ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫ് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ ഉടച്ച ബീഫ് ഇങ്ങനെ ആ പഴത്തിൻ്റെ നമ്മൾ പൊരിച്ച് വെച്ച ഇതില്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മയോണൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ ബീഫ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും പത്തിരി വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പഴംപൊരിയിലൊക്കെ ബീഫ് കൂട്ടി കഴിക്കൂലേ, അതിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.